നമുക്കൊരു തക്കാളി ചോറ് ഉണ്ടാക്കിയെടുക്കാം. തക്കാളി ചോറ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. സവോള ഒത്തിരി കൂടുതൽ ഇടാറില്ല കേട്ടോ ഈ തക്കാളി ചോറിനകത്ത്, ഒരെണ്ണമൊക്കെ മതിയാവും. സവോള നന്നായിട്ട് വഴറ്റുന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 6 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ തക്കാളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പിട്ട, അതുകൊണ്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലിട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്തപ്പോഴാണെങ്കിലും 1-2 തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തക്കാളി ചോറ്. നല്ല ടേസ്റ്റുവാ, പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ, അച്ചാറാണെങ്കിലും മതി. ഇനി ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവധികം വേണ്ടാത്തതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ ഗ്രേവി റെഡിയായി. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ബിരിയാണി അരിയാണ് ചോറ് വെച്ചിരിക്കുന്നത്. സാധാ നമ്മുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരി വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ചത്. ഇനി ഇത് ചോറ് ഉടഞ്ഞു പോകാതെ പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചോറ് ഒത്തിരി വേവിച്ചെടുക്കരുത്, ഒരു 3/4 ഭാഗം വേവാകുമ്പോഴത്തേനും ഊറ്റിയെടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തങ്ങ് എടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമാണ്, കളർഫുള്ളാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് എടുക്കാം. എന്തായാലും തക്കാളി ചോറ് വെച്ചതല്ലേ, കുറച്ച് ഡെക്കറേഷനും കൂടെ ആയിക്കോട്ടെ. അങ്ങനെ നമുക്കൊരു ബൗളിലിട്ടിട്ട് നേരെ പ്ലേറ്റിലേക്ക് തിരിച്ചെടുക്കാം, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും ചെള്ളാസും അച്ചാറും മാത്രം മതി.